മനുഷ്യൻ ലോകത്ത് നിർമ്മിച്ച ഏറ്റവും വലിയ അത്ഭുതമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. എന്നാൽ ഈ ചരിത്ര നിർമ്മിതിയുടെ ആയുസ് അവസാനിക്കുകയാണ്. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് നിയന്ത്രിതമായി തിരിച്ചെത്തിച്ച് പസഫിക് സമുദ്രത്തിൽ തകർത്തു വീഴ്ത്താനാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പദ്ധതി. എന്നാൽ ഈ നീക്കത്തിനെതിരെ ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകരും സമുദ്ര സംരക്ഷണ വിദഗ്ധരും ശക്തമായ ആശങ്കയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നാസയുടെ പ്ലാൻ പ്രകാരം 2028 മുതൽ ഭ്രമണപഥം ക്രമേണ താഴ്ത്തി തുടങ്ങും. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്കുള്ള സ്വാഭാവികമായ മാറ്റങ്ങളിലൂടെയും റഷ്യൻ വിഭാഗം നടത്തുന്ന പ്രത്യേക നീക്കങ്ങളിലൂടെയുമായിരിക്കും ഇത് സാധ്യമാവുക. തുടർന്ന് 2029 സ്പേസ് എക്സ് നിർമ്മിക്കുന്ന US ഡി ഓർബിറ്റ് വാഹനം ഘടിപ്പിക്കും. ഇതിന്റെ ത്രസറ്റുകൾ ഉപയോഗിച്ച് ബഹിരാകാശ നിലയത്തെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് നയിക്കും. ഒടുവിൽ മനുഷ്യവാസമില്ലാത്ത ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട സമുദ്ര മേഖലയായ പോയിന്റ് നീമോവിലാണ് ഇതിന്റെ അവശിഷ്ടങ്ങൾ പതിക്കുക. കേൾക്കുമ്പോൾ സുരക്ഷിതമെന്ന് തോന്നുമെങ്കിലും ദി ഓഷ്യൻ ഫൗണ്ടേഷൻ പോലുള്ള സമുദ്ര സംരക്ഷണ സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇത്രയും വലിയൊരു ബഹിരാകാശ ഘടന സമുദ്രത്തിലേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ച് കൃത്യമായ പഠനങ്ങൾ നടന്നിട്ടില്ലെന്ന് സംഘടനയുടെ പ്രസിഡന്റ് മാർക്ക് സ്പാൾഡിംഗ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അന്തരീക്ഷത്തിൽ വെച്ച് ഭൂരിഭാഗവും കത്തി നശിക്കുമെന്നാണ് നാസ പറയുന്നത്. എങ്കിലും ഇതിന്റെ ഭാരമേറിയ പല ഘടകങ്ങളും സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് പതിക്കും. ഇത് സമുദ്ര ജീവജാലങ്ങൾക്കും അവിടുത്തെ ആവാസ വ്യവസ്ഥയ്ക്കും എന്ത് തരത്തിലുള്ള നാശം ഉണ്ടാക്കുമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. മറ്റൊരു പ്രധാന പ്രശ്നം അന്താരാഷ്ട്ര നിലയങ്ങളിലെ പോരായ്മകളാണ്. 1972 സ്പേസ് ലയബിലിറ്റി കൺവെൻഷൻ പ്രകാരം ബഹിരാകാശ അവശിഷ്ടങ്ങൾ മറ്റൊരു രാജ്യത്തിന്റെ ഭൂമിയിൽ വീണ് നാശനഷ്ടം ഉണ്ടാക്കിയാൽ വലിയ നഷ്ടപരിഹാരം നൽകണം. എന്നാൽ അന്താരാഷ്ട്ര ജലാശയങ്ങളിൽ വീഴുന്ന അവശിഷ്ടങ്ങളുടെ കാര്യത്തിൽ ഇത്തരം കർശനമായ നിയമങ്ങളോ ഉത്തരവാദിത്തങ്ങളോ നിലവിലില്ല. ഇത് അന്താരാഷ്ട്ര കടൽ മേഖലകളെ ഒരു മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റാൻ ഇടയാകുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ നിയന്ത്രിത ബഹിരാകാശ തിരിച്ചിറക്കലാകാൻ പോകുന്ന ഇതിന്റെ അന്തരീക്ഷ മലിനീകരണ സാധ്യതകളും പഠന വിധേയമാക്കേണ്ടതുണ്ട്. അതിനാൽ സമുദ്രത്തിലും അന്തരീക്ഷത്തിലും ഉണ്ടാകാവുന്ന ആഘാതങ്ങളെക്കുറിച്ച് സമഗ്രമായ ഒരു പരിസ്ഥിതി പഠനം നടത്തണമെന്നും കടലിലേക്ക് എത്തുന്ന അവശിഷ്ടങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് വെളിപ്പെടുത്തണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട്. മനുഷ്യന്റെ സുരക്ഷയ്ക്ക് ബഹിരാകാശ നിലയത്തിന് നിയന്ത്രിത തിരിച്ചിറക്കം ആവശ്യമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. എങ്കിലും ശാസ്ത്രീയ പുരോഗതികൾക്കായി നമ്മുടെ സമുദ്രങ്ങളുടെ മൂല്യവും ജൈവ വൈവിധ്യവും അവഗണിച്ചുകൂടാ എന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ നിലപാട് ഏറെ ചിന്തനീയമാണ്. നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ. കേൾക്കുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമ പോലെ തോന്നാം. എന്നാൽ മെറ്റ ഇപ്പോൾ അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. തലച്ചോറിലെ ചിന്തകളെ നേരിട്ട് അക്ഷരങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ബ്രെയിൻ ടു ക്വേർട്ടി V2 എന്ന പുതിയ AI സാങ്കേതിക വിദ്യ മെറ്റ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ തലച്ചോറിൽ യാതൊരുവിധ ശസ്ത്രക്രിയകളോ ചിപ്പുകളോ ഘടിപ്പിക്കേണ്ടതല്ല എന്നതാണ്. MEG എന്ന പ്രത്യേക ഉപകരണം വഴി തലച്ചോറിൽ നിന്നുള്ള സിഗ്നലുകൾ നേരിട്ട് റെക്കോർഡ് ചെയ്താണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ സിഗ്നലുകളിലെ അവ്യക്തതകൾ മാറ്റി കൃത്യമായ വാക്യങ്ങളാക്കാൻ ലാർജ് ലാംഗ്വേജ് മോഡലുകളായാണ് മെറ്റ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റ് മുൻകാല സാങ്കേതിക വിദ്യകൾ വെറും 8% കൃത്യത തന്നപ്പോൾ മെറ്റയുടെ പുതിയ സിസ്റ്റം 61% മുതൽ 78% വരെ കൃത്യത നൽകുന്നുണ്ട്. ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് തലയോട്ടി തുറന്ന് ചിപ്പുകൾ ഘടിപ്പിക്കുന്ന രീതിയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ മെറ്റയുടെ സാങ്കേതിക വിദ്യയ്ക്ക് സർജറി ആവശ്യമില്ലാത്തതിനാൽ അപകട സാധ്യതയും വളരെ കുറവാണ്. മാത്രമല്ല മെറ്റ തങ്ങളുടെ ഗവേഷണ കോഡുകൾ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുകയും ചെയ്തിട്ടുണ്ട്. സംസാരിക്കാൻ കഴിയാത്ത വിധം തലച്ചോറിന് ക്ഷതമേറ്റവർക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്കും വലിയൊരു ആശ്വാസമാകും ഈ കണ്ടെത്തൽ. ഭാവിയിൽ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ ധരിക്കാൻ കഴിയുന്ന ഹെഡ്സെറ്റുകളായി ഇത് മാറിയേക്കാം.